നമസ്കാരം. സി കെ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷത്തിലും ഏപ്രിൽ 1 വിഡ്ഢി ദിനം, അതായത് ആന മണ്ടത്തരങ്ങൾ ആര് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ദിവസം. അതാണ് ഏപ്രിൽ 1 പ്രത്യേകത. പക്ഷേ ഇപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? നവംബർ 1, അതായത് കേരളത്തിൽ അതിദരിദ്രരായിട്ടുള്ളവർ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നവംബർ 1 ഇനി മുതൽ ഒരു പ്രധാനപ്പെട്ട വിഡ്ഢി ദിനം അത് തന്നെ ആയിരിക്കും എന്നാണ് അതിൻ്റെ സൂചനകൾ നൽകുന്നത്. കാരണം ഇതുപോലെ ഒരു ആന മണ്ടത്തരം പിടിച്ച തീരുമാനം എടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണോ, പുള്ളി തന്നെ സ്വന്തമായി ഉണ്ടാക്കിയതാണോ, ഒന്നും അറിയില്ല. എന്തായാലും ഇലക്ഷനൊക്കെ അടുത്ത് വരുന്ന സമയത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ അടുത്ത് വരികയാണ്. ആ സമയത്ത് ഒരു പടക്ക് നമ്പർ എന്ന് പറയാം, നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ അതാണ് ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം തിരുവനന്തപുരത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്, ഞാൻ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണ്. തിരുവനന്തപുരം ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിൽ ഞാൻ മിക്കവാറും ഒക്കെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ പൂജപ്പുര മണ്ഡപം, അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ഇതുപോലെയുള്ള പ്രമുഖ ക്ഷേത്രങ്ങൾ, ഇതിൻ്റെ എല്ലാ നടയിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ദരിദ്രരായ ഒരുപാട് ആൾക്കാരെ ഞാൻ നിത്യവും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളില്ല, ഭാര്യയില്ല, തെരുവിൽ തന്നെ കിടക്കുന്നു. ഇവർക്കെല്ലാം തന്നെ ആഹാരം എത്തിക്കാനുള്ള സന്നദ്ധ സംഘടനകൾ ധാരാളം ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ പിടിയിൽ അവരുടെ വണ്ടി വരുന്നത് വരെ ഉച്ച സമയത്ത് കാത്തിരിക്കുകയും അതിലൊരു പൊതിച്ചോറ് കിട്ടുകയും ആ പൊതിച്ചോറ് വെച്ചിട്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുകയും ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ കടവരാന്തയുടെ നടയിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന നിരവധി ആൾക്കാരെ രാത്രിയും പകലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ കാണുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നുണ്ടോ? എവിടെ? മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ നമുക്ക് 1.5 കിലോമീറ്റർ ദൂരെ ഒന്ന് കാണാം. അല്ലെങ്കിൽ ഒരു സാധാരണ പൗരന് മുഖ്യമന്ത്രിയെ കാണാൻ പോലുള്ള അവസരം പോലും ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കുന്നത് അതിസുരക്ഷാ മേഖല. എനിക്ക് തോന്നുന്നത് മിക്കവാറും തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും അതിസുരക്ഷാ മേഖലയാവാനാണ് സാധ്യത. കാരണം പുള്ളിക്കാരെ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും പോലീസിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം. ഇത് കേൾക്കാതിരിക്കുകയോ ചെയ്യാം. ഈ വീഡിയോ കാണുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്കുള്ള അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായത് തെറ്റ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ദയവേത് ഇവരെ കൂടെ പട്ടിണിക്കിട്ട് കൊല്ലരുതേ. ഇങ്ങനെയാണെങ്കിൽ പട്ടിണി മരണം കൊണ്ട് കേരളം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.